അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് അടയാളം നൽകാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ശരിയായ ഓപ്ഷന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും തിന്മ നിറഞ്ഞതാവണം, നന്മ നിറഞ്ഞതാവണം. അപ്പോൾ ഏതാണ് അതിനോട് യോജിച്ചത്? ശരിയായത് ഏതാണ്? നന്മ നിറഞ്ഞതായിരിക്കണം അല്ലേ? നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ നന്മ നിറഞ്ഞതായിരിക്കണം. അപ്പോൾ അവിടെ നന്മ നിറഞ്ഞതായിരിക്കണം എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ ജീവിക്കുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത്. എപ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത്? റൂഹ് പിടിക്കുമ്പോൾ അല്ലേ? അപ്പോൾ റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ മരിക്കുന്നത് എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നവർ. അപ്പം നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നവർ ജിബ്രീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത്, എല്ലാം അറിയുന്നവൻ മലക്കുകൾ ആണോ അല്ലെങ്കിൽ അള്ളാഹു ആണോ? ആരാണ് എല്ലാം അറിയുന്നവൻ? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹു എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5, നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ. അടുത്തത്, ആയുസ് കൂടിയേ തീരൂ. ഏതാണ്? ഈമാൻ അല്ലേ? അപ്പം ഈമാൻ കൂടിയേ തീരൂ എന്നുള്ളതാണ് ശരി അടയാളപ്പെടുത്താനുള്ളത്. നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. ഇവരുടെ ജോലികൾ എഴുതാം. അപ്പോൾ താഴെ 5 മലക്കുകളെ പേര് നൽകിയിട്ടുണ്ട്. അപ്പം ഓരോ മലക്കിൻ്റെയും ജോലി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ മലക്കിൻ്റെ പേര് അസുറായിൽ അലൈഹിസ്സലാം. അപ്പോൾ അസുറായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? റൂഹ് പിടിക്കൽ അല്ലേ? അപ്പോൾ അവിടെ റൂഹ് പിടിക്കൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലിയാണ് എന്ത്? സൂറ് എന്ന കാഹളത്തിൽ ഊതൽ. അപ്പോൾ അവിടെ സൂറ് എന്ന കാഹളത്തിൽ ഊതൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് മീകായിൽ അലൈഹിസ്സലാം. അപ്പോൾ മീകായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? കാറ്റ്, ഇടി, മിന്ന്, മഴ, ഭക്ഷണം. ഇനി നാലാമത്തത് മാലിക് അലൈഹിസ്സലാം. അതിൻ്റെ ഉത്തരം മാലിക് അലൈഹിസ്സലാമിൻ്റെ ജോലിയാണ് നരകത്തെ കാക്കൽ. അഞ്ചാമത്തെ മലക്കിൻ്റെ പേരാണ് റിളുവാൻ അലൈഹിസ്സലാം. റിളുവാൻ അലൈഹിസ്സലാമിൻ്റെ ജോലിയാണ് സ്വർഗത്തെ കാക്കൽ. ഇനി മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, 4 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെയല്ല, പൂർത്തിയാക്കിയിട്ടല്ല എഴുതിയത്, അത് പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തത്, നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ എന്താണ് വേണ്ടത്? സ്വർഗമാണ്. അപ്പോൾ അവിടെ സ്വർഗമാണ് എന്ന് എഴുതി ചേർക്കുക. നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്. ഇനി രണ്ടാമത്തത്, മാ യൽഫിൽ മിനൽ ഖൗലി ഇല്ല ലദൈഹി റഖീബുൻ അതീദുൻ. അപ്പോൾ അവിടെ റഖീബുൻ അതീദുൻ എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. ഇനി മൂന്നാമത്തത്, പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു എന്താണ് വേണ്ടത്? പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പരിശുദ്ധനാണ് എന്നുള്ളത് എഴുതി ചേർക്കുക. ഇനി നാലാമത്തത്, സ്വർഗവും നരകവും അള്ളാഹു ബാക്കി എന്താണ്? ഡാഷ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് നാലാമത്തത് പൂർത്തിയാക്കി എഴുതാനുള്ളത്. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. താഴെ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യരുടെ ഇടത് ഭാഗത്ത്
മലക്ക് എഴുതും എന്ത്? ഇപ്പം മനുഷ്യൻ്റെ ഇടത് ഭാഗത്തെ മലക്ക് എഴുതും എന്ത്? എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലേ? തിന്മ. ഇടത്തെ ഭാഗത്തെ മലക്ക് തിന്മ എഴുതും. വലത്തെ ഭാഗത്തെ മലക്ക് എന്താണ് എഴുതുക? നന്മയാണ് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖബറി മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്തെല്ലാം ചോദിക്കും? ഖബറി മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്തെല്ലാം ചോദിക്കും? അതിൻ്റെ ഉത്തരം റബ്ബിനെ കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെ കുറിച്ചും മറ്റും. അപ്പോൾ അത് നമുക്ക് അറിയാം അല്ലേ? റബ്ബ് നമ്മോട് ചോദിച്ചാൽ നമ്മുടെ റബ്ബ് ആരാണ്? അള്ളാഹു എന്ന് നമ്മൾ പറയും. നബി ആരാണ്? മുഹമ്മദ് നബി എന്ന് പറയും. ദീൻ ഏതാണ്? ഇസ്ലാം എന്നൊക്കെ പറയും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. തിന്മയിലായി ജീവിച്ചവർക്ക് ആ ഒരു സന്ദർഭത്തിൽ ഒന്നിൻ്റെയും ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റുമായിരിക്കും ഖബറി മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇനി മൂന്നാമത്തത്, എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ്? പ്രകാശത്താലാണ് അല്ലേ? അപ്പോൾ പ്രകാശത്താലാണ് മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഈമാൻ എന്നാൽ എന്താണ്? ഈമാൻ എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് ഈമാൻ അല്ലേ? ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം ഏത് രൂപത്തിലാണ് സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്നത്? ഏതാണ്? നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടാണ്. അപ്പം നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടായിരിക്കും സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്നത്. ഇനി രണ്ടാമത്തത്, അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം അതെങ്ങനെയാണ്? അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം എങ്ങനെയാണ്? ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും. ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.